കണ്ണൂർ പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപം കാഞ്ഞിരപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. കൊട്ടംചുരം സ്വദേശി ഹനീഫയാണ് ഒഴുക്കിൽപ്പെട്ടത്. പോലീസും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സും ചേർന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തുകയാണ്. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ 2.5 മീറ്റർ കൂടി ഉയർത്തിയിട്ടുണ്ട്. പഴശ്ശിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെയാണ് ഷട്ടറുകൾ ഉയർത്തിയത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഒരുപക്ഷെ ഇത്തവണത്തെ ഈ മഴ ദുരിതങ്ങളുടെ ഏറ്റവും കണ്ണുനീരണിയിക്കുന്ന ഒരു ദൃശ്യമായിരിക്കാം ഇത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്നുള്ള പ്രതീക്ഷ നമുക്ക് പങ്കുവയ്ക്കാം. എന്താണ് വിവരങ്ങൾ? ഈ അപകടത്തിൽപ്പെട്ട ആളെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പ്രജിത്ത്, പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപമാണ് കാഞ്ഞിരപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടത്. കൊട്ടംചുരം സ്വദേശിയായ ഹനീഫയാണ് ഒഴുക്കിൽപ്പെട്ടത്. പ്രദേശത്ത് നമുക്കറിയാം വലിയ തോതിൽ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് അതോടൊപ്പം തന്നെ തേങ്ങയൊക്കെ ഒഴുകി വരാറുണ്ട്. അത്തരത്തിൽ തേങ്ങ പിടിക്കാൻ വേണ്ടി പുഴയിൽ ഇറങ്ങിയ സമയത്ത് ഒഴുക്കിൽപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ശക്തമായ ഒഴുക്കിൽ ഈ ഹനീഫ പെട്ടുപോവുകയായിരുന്നു. ആ പ്രദേശത്ത് ഇപ്പോൾ പേരാവൂർ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും നാട്ടുകാരും പോലീസും ചേർന്ന് പ്രദേശത്ത് തിരച്ചിൽ നടത്തി വരികയാണ്. ഇതുവരെ മറ്റു വിവരങ്ങളും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ 2.5 മീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. അതേസമയം കൂടുതൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താനുള്ള തീരുമാനം കൂടി ഇപ്പോൾ അധികൃതർ എടുത്തിട്ടുണ്ട്. 15 ഷട്ടറുകൾ കൂടുതൽ ഉയർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 3.5 മീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത് 4 മീറ്ററായി ക്രമാനുഗതമായി ഉയർത്താനാണ് തീരുമാനം. ഇതേ തുടർന്ന് ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളായ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. പ്രതീക്ഷ മിഥുൻ, ഈ ഡാമിൽ കൂടുതലായി ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിന് താഴ്വാരത്തുള്ള പുഴയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എവിടേക്കായിരിക്കും ഈ വെള്ളമെല്ലാം ഒലിച്ചിറങ്ങുക? മിഥുൻ, അതൊരു വലിയ പ്രതിസന്ധിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡാമിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് പടിയൂർ, പായം, വിളമന, വയത്തൂർ, ചാവശ്ശേരി എന്നിവിടങ്ങളിലാണ്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾ പുഴയോരത്ത് പോകുന്നതും പുഴയോരത്ത് വീടുകളുള്ള ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ബാവലിപ്പുഴ എന്ന് പറയുന്ന കൊട്ടിയൂർ ബാവലിപ്പുഴയും സമാനമായ രീതിയിൽ കവിഞ്ഞൊഴുകുകയാണ്. ഈ ഒരു പ്രദേശത്തും ഈ പുഴയുടെ വൃഷ്ടിപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിഥുൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആലക്കോട് തളിപ്പാറയിൽ അവിടെ ഉരുൾപൊട്ടിയതായിട്ടുള്ള ഒരു സംശയം വരുന്നുണ്ട്. പ്രദേശത്ത് മലവെള്ളപ്പാച്ചിലും ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് അതിനെ സംബന്ധിച്ച വിവരങ്ങൾ, മിഥുൻ? തീർച്ചയായും പ്രജിത്ത്, കണ്ണൂർ ആലക്കോട് തളിപ്പാറയിലാണ് ഈ ഉരുൾപൊട്ടിയതായ സംശയം ഉയർന്നിരിക്കുന്നത്. കാരണം വളരെ പെട്ടെന്നാണ് റോട്ടിൽ കൂടി വലിയ തോതിൽ വെള്ളം ഒലിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആ പ്രദേശത്ത് ആകമാനം പടർന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആശങ്ക ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട കാര്യം. വനത്തിൽ ഉരുൾപൊട്ടിയതായിട്ടുള്ള സംശയമാണ് ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ താഴ്ഭാഗത്തേക്ക് ഇത്ര ശക്തിയിൽ വെള്ളം കുത്തിയൊലിച്ച് വരാനുള്ള കാരണമായി പറയുന്നത്. എന്തായാലും ഈ പ്രദേശത്തുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പ്രജിത്ത്.